കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലെ നാട്ടുകാർ. പ്രിയദർശൻ എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. കടുവയെ പിടിക്കാൻ വനവകുപ്പ് ആത്മാർത്ഥമായി ശ്രമം നടത്തുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. കടുവയെ പിടിക്കാൻ ഒരു കൂട് മാത്രമാണ് സ്ഥാപിച്ചത്. വനത്തിൽ കാര്യമായ തെരച്ചിൽ നടത്തുന്നതില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വയനാട്ടിലെ നരഭോജി കടുവയെ പിടികൂടാൻ നടപടി ശക്തമാക്കിയിട്ടുണ്ട് വനവകുപ്പ്. ഉച്ചയ്ക്ക് ശേഷം കുങ്കി ആനകളെ സ്ഥലത്തെത്തിച്ച് തെരച്ചിൽ ഊർജിതമാക്കാനാണ് നീക്കം. നിലവിലിപ്പോ ഈ ഭാഗത്ത് തന്നെ ഈ പ്രദേശങ്ങളിലായിട്ട് തന്നെ കാടിനകത്തായിട്ട് സാന്നിധ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ക്യാമറ ട്രാപ്പ് ഇമേജസ് ഇപ്പൊ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഇമേജസ് എല്ലാം പതിഞ്ഞിട്ടുണ്ട്. അപ്പൊ താമസിയാതെ നമുക്ക് അതിന്റെ ID കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. ഇത് എവിടെ സൂചനയുണ്ട്? നേരത്തെ ഇവിടെ നമ്മുടെ ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ക്യാമറ ട്രാപ്പ് ഇമേജസ് നമ്മൾ പരിശോധിച്ചു, അതിലെല്ലാം ഇമേജസ് ഉണ്ട്. ഇനി അതെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് അതിന്റെ ഐഡിയും കാര്യങ്ങളും എടുക്കണം. ഈ കൂട് പരിസരത്താണോ കണ്ടിട്ടുള്ളത്? കൂട് പരിസരത്തും പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗങ്ങളിലുമായിട്ട് ഈ ഭാഗത്ത് തന്നെയുണ്ട്. ഇപ്പോൾ റഡാറിൽ ഓൾറെഡി കടുവയുടെ സാന്നിധ്യമുണ്ട്. അപ്പൊ ഇനി എങ്ങനെയാ നമ്മുടെ മിഷൻ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? ഇനി നമ്മൾ ഇതില് പാട്രോളിംഗ് എല്ലാം ശക്തിപ്പെടുത്തുന്നത് നമ്മൾ ജനവാസ മേഖലയിൽ കേന്ദ്രീകരിച്ചാണ്. ഈ ഭാഗങ്ങൾ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനാണുള്ളത്. പിന്നെ ഡോക്ടർ അരുൺ സക്രിയ ടീമും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നമ്മളൊരു പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് കൂട്ടിലാക്കുന്നതിനാണോ പരിഗണന? നമുക്കിതില് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് അനുസരിച്ചിട്ട് കൂട്ടിലാക്കാനും പിന്നെ ട്രാങ്കുലൈസിങ്ങും അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാനുമുള്ള 3 ഉത്തരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ തുടർന്ന് എങ്ങനെയാണ് സാഹചര്യങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുന്നോട്ട് നമ്മൾ ഏതാണെങ്കിലും പ്രയോഗിക്കുന്നതായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ബൈരക്കുപ്പ ഭാഗത്തൊരു മിസ്സിംഗ് ഉണ്ടായിട്ടുണ്ട്, കർണാടകയുടെ ഭാഗത്തൊരു മിസ്സിംഗ് ഉണ്ടായിട്ടുണ്ട്, ഒരു ട്രൈബൽ സ്ത്രീ. അപ്പൊ അത് കടുവാക്രമണം സംശയമുണ്ട്, നമുക്ക് തെരച്ചിലൊക്കെ നടത്തുന്നുണ്ടെന്നുള്ള വിവരമുണ്ട്. അങ്ങനെ എന്തെങ്കിലും സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ആ കടുവയാകാനുള്ള സാധ്യതയോ? ഇല്ല, അതെല്ലാം നമ്മളിപ്പോ ID ഒന്ന് ലഭിച്ചതിന് ശേഷം നമ്മൾ കൂടുതൽ മീഡിയനെ അറിയിക്കുന്നതായിരിക്കും. ഇന്ന് രാവിലത്തെ നമ്മൾ 6 മണിക്കുള്ള സെർച്ചിങ് എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ സെർച്ചിങ്, അതിനെ ഡിസ്റ്റർബ് ചെയ്യാനോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഇവിടുന്ന് ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വരും. അതുകൊണ്ട് ഇതിന്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളിൽ നമ്മൾ നിരീക്ഷണത്തിന് ആളുകളെ വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലും അതേപോലെ തന്നെ ഇന്ന് രാവിലെയും നമ്മൾ ജനങ്ങളെ പ്രൊട്ടക്ഷനാണ് കൂടുതൽ നോക്കിയത്. ഫ്രിഞ്ച് ഏരിയയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകളെ കംപ്ലീറ്റ് നോക്കിയിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് എന്താണെന്ന് പറഞ്ഞാൽ ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ വെറ്റിനറി ടീം മാത്രം ഒരു സെർച്ചിങ്ങിന് പോകും. മറ്റ് സ്ഥലങ്ങളിലുള്ള പോലെ നമ്മൾ ഒരു കംപ്ലീറ്റ് കോമ്പിംഗ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ ആൾക്കാരും CCFും മറ്റുള്ള എല്ലാ ആളുകളും ഇവിടെ മാനന്തവാടി തന്നെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും വെറ്റിനറി ടീമും എല്ലാം റെഡിയാണ്. ഒരു ടീം റെഡിയാണ്. ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് കോമ്പ് ചെയ്യാനും ആളുകളെ ഇതാക്കാനുള്ളൊരു ശ്രമത്തിലാണ് നമ്മളുള്ളത്. പിന്നെ പിന്നെയുള്ള കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രസൻസ് ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ ഫോറസ്റ്റിന്റെ അടുത്ത് തന്നെ ഇതിന്റെ പ്രസൻസ് ഉണ്ട്. അതിനുശേഷം ഡാറ്റിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുശേഷം നോക്കിയിട്ട് പിടിക്കാനുള്ളൊരു പരിപാടിയിലാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെ ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു കോമ്പിങ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നില്ല. അത് ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ A-Z സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ തന്നെ നിലനിർത്താനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഇതിന്റെ 4 ഭാഗത്ത് നമ്മൾ ആളുകളൊക്കെ ഇന്ന് ഫുൾ ടൈം പെട്രോളിംഗ് ഇന്നും നാളെയും എല്ലാ ദിവസങ്ങളിലും നമ്മളിത് കേജ് ചെയ്യുന്നത് വരെയുള്ള പെട്രോളിംഗ് നടന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഡ്രോണ് നമ്മൾ ഏകദേശം 38 ക്യാമറകൾ ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്ന് 6 ലൈവ് സ്ട്രീം ക്യാമറകൾ കൂടെ വെക്കുന്നുണ്ട്. അത് കൂടാതെ പെട്രോളിംഗ് ടീം 2 RRT ടീമുകൾ എത്തുന്നുണ്ട്. മറ്റ് ഡിവിഷനുകളിലെ സ്റ്റാഫും വൈൽഡ് ലൈഫും അതേപോലെ തന്നെ സൗത്ത് വയനാട് അവിടെയൊക്കെയുള്ള എല്ലാ സ്റ്റാഫും ഇവിടെ നമ്മൾ കോമ്പിങ്ങിനായിട്ട് ഇവിടെ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്.